ഹലോ, മിസ്നാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്ക വിന്താലു ആണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം വെണ്ടയ്ക്കയാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 3 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 സവാളയും നൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ നല്ല ജീരകമാണ്, അതൊന്ന് പൊടിച്ചെടുക്കണം. അതേ അളവിൽ തന്നെ കടുക് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉലുവ കൂടി ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ്. അതേപോലെ തന്നെ 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ ഈ സമയത്ത് തന്നെ അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉള്ളി വറുത്ത് കോരാൻ ആവശ്യമായിട്ടുള്ള ഓയിലാണ്. 3 സവാളയാണ് നൈസായി അരിഞ്ഞത് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാൻ പോവുകയാണ്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒരു നുള്ള് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയൊന്ന് നല്ല കളറായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കാം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെണ്ടയ്ക്ക വിന്താലു ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ഉള്ളി ചെറുതായി കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ബ്രൗൺ കളർ ആയ ശേഷം ഇതെല്ലാം ഒന്ന് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്കിനി വെണ്ടയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കളറാക്കി എടുക്കാനുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിക്കണം, അല്ലാതെ ഡാർക്ക് കളർ ആവാതെ. കുറേശ്ശെയായി ഇട്ടിട്ട് വേണം വെണ്ടയ്ക്ക ഇതേപോലെ വറുത്ത് കോരി മാറ്റാൻ. ഇതേപോലെ ചെറിയ സൈസിലുള്ള വെണ്ടയ്ക്കയാണ് എടുക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതേപോലെ മുഴുവനായിട്ട് ഇട്ട് തന്നെ വറുത്ത് കോരാൻ പറ്റും. വെണ്ടയ്ക്കയും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുറേശ്ശെയായി ഇട്ടിട്ട് ഞാനിത് മുഴുവനും വറുത്ത് കോരുകയാണ്. വെണ്ടയ്ക്ക വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി വെക്കാം. ഇത്രയും കൂടുതൽ ഓയിൽ എടുത്താൽ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലാതെ നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ എടുത്തിട്ട് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഞാനിതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. നന്നായി പഴുത്ത തക്കാളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. അപ്പോൾ 2 തക്കാളിയും കൂടി വഴന്ന് ആ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിൻ്റെയും അതായത് ജീരകം കടുകൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്നില്ല, ആ പൊടിച്ച് വെച്ച കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് എരിവിന് ആവശ്യമായ മുളകാണ്. ഒരു 1.5 സ്പൂണോളം ഇടുന്നുണ്ട്. അതായത് ഞാൻ ടീസ്പൂണാണ് ഇതിലിടുന്നത്. 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വറുത്ത് കോരി വെച്ച സവാളയും വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതായത് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ടാണ് നമ്മൾ പൊടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ജാറിന് 1 ജാറ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കപ്പിന് 1 കപ്പ് വെള്ളം. ഒരു തിക്ക് ഗ്രേവിയാണിത്. അതായത് വെള്ളം ലൂസായി പോവരുത്, ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാനും ഉള്ളതാണ്. നമ്മളിതുവരെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി കറി നല്ല തിക്കായി വരും. അതിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. നല്ല തിക്ക് ഗ്രേവിയായി മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പാണ്. അതായത് 1 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വിന്താലു റെഡിയായി.
ഇപ്പോൾ വെണ്ടക്ക വിന്താലു വളരെ ടേസ്റ്റിയാണ്. ഇത് മാത്രം ഉണ്ടായാൽ തന്നെ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.